നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിച്ചു, ഭാഗ്യവർദ്ധനവിന് യോഗമുള്ള സമയമാണ്. വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നിശ്ചയമാണ്. ലഗ്നാൽ കർമ്മസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി കർമ്മസ്ഥാനത്തുള്ള കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എന്നാൽ അവിടെ ഘണ്ണകാരകനായിരിക്കുന്ന കേതു കൂടി നിൽക്കുന്നത് കൊണ്ട് കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചെയ്യുന്ന തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷനും ദേഷ്യവും വിപരീത സ്വഭാവമാണ്. അതേപോലെ തന്നെ ലഗ്നാൽ 4-ാം ഭാവാധിപതി 5-ൽ നിൽക്കുന്നത് കൊണ്ട് വീട് വിട്ട് അന്യദേശത്തോ ജലചരധന ഭോക്ത കടൽ കടന്നോ പോകാനുള്ള യോഗം ഈ സമയത്തുണ്ട്. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴമാണ്, ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ, കർമാധിപതി ഭാഗ്യസ്ഥാനത്താണ്. അപ്പം ഭാഗ്യം കൊണ്ട് തൊഴിൽ കിട്ടാനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുള്ള മാസമാണ്. വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പോൾ ഈ വിശ്രുത ഗുണ എന്ന് പറഞ്ഞാൽ 4 പേര് അറിയപ്പെടുക, കീർത്തി കേൾക്കുക, വിശ്രുതനാകുക. അപ്പോൾ ഈ കീർത്തി കേൾക്കാൻ യോഗമുള്ള സമയം കൂടിയാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയിക്കാനും 4 പേര് അറിയപ്പെടാനും സാധ്യതയുള്ളൊരു മാസമാണ്. അപ്പോൾ കലാകാരന്മാരെ സംബന്ധിച്ചൊക്കെ വളരെ അനുകൂലമായ ഗുണഫലം തന്നെ പറയണം. കാരണം കർമ്മസ്ഥാനത്ത് ശുക്രനാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗമുണ്ട്. അവനവൻ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമാണ്. അപ്പോൾ അവനവൻ്റെ കഷ്ടപ്പാടും ഒരു പ്രവൃത്തികളിൽ വിജയിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള പ്രവൃത്തിയും അവർക്ക് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനും അതേപോലെ തന്നെ പേര് കേൾക്കാനും മറ്റുള്ളവർ ബഹുമാനിക്കുന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരാനും ഒക്കെ യോഗമുള്ള സമയമാണ്. ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ വിജയമുണ്ടാകും. പിതൃസ്ഥാനത്തുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും. അവരുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. എങ്കിലും വീട് വിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ 4 രാഹുവാണ്. അതേപോലെ കർമ്മസ്ഥാനത്തും 4-ാം ഭാവത്തിലും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് രാഹുകേതുക്കൾ നിൽക്കുന്നത്. അപ്പം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്ത് കഴിഞ്ഞ് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തുന്നത് ഈ പറയുന്ന തടസ്സങ്ങൾ മാറാൻ, കർമ്മതടസ്സം മാറാൻ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ശത്രുക്ഷേത്രത്തിൽ ലഗ്നാധിപതി പോയി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് സ്വയം നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നതിന് സ്വന്തം പരിശ്രമം കൊണ്ട് വിജയിക്കും എന്ന് പറയുന്നൊരു യോഗമാണ്. എങ്കിലും ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി തടസ്സങ്ങൾ മാറി പെട്ടെന്ന് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നന്നാകാൻ വേണ്ടത്. അപ്പോൾ അത് ചെയ്യുക. എന്തായാലും ഭാഗ്യസ്ഥാനത്ത് വ്യാഴാണ്. ഈ മാസത്തിലൊക്കെ പ്രതീക്ഷിക്കുന്ന എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.